ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ പുള്ളിക്കാരനെയാണ് അച്ചാറിടാം. ഇതെന്താ സംഭവം മനസ്സിലായോ? ഇത് നമ്മുടെ ചെമ്മീൻ പുളിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തോ പറയുന്നത്? ഇവിടെ ആലപ്പുഴയിലൊക്കെ ഇതിന് ചെമ്മീൻ പുളി എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിനെ നമുക്കൊന്ന് അച്ചാറിടാം. അപ്പം ഇതിൻ്റെ ഇവിടെ ഈ രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നിറച്ച് ഉപ്പുണ്ട്. ഇത് നമ്മുടെ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ചേർത്തിരിക്കുന്നത്. ഏത് ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു സ്വല്പം ഇത്രയും ഇത് നമ്മുടെ ഉലുവാപ്പൊടി, ഉലുവ വറുത്തിട്ട് പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മഞ്ഞളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ മഞ്ഞളും ചേർക്കുന്നത് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് മിക്സ് ആയിക്കോളേ. നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. വേണ്ടോ? അപ്പം നമ്മളിത് ഉപ്പും ഉലുവാപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത് നമ്മുടെ കായം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ സ്റ്റൗവിലോട്ട് മാറ്റിയിടാം. നമ്മൾ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴത്തേക്കിന് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ വരെ ഇത് ചേർക്കാം. കടുക് ചേർത്ത് കൊടുക്കാവേ. ഇത് കണ്ടോ, ഞാനിപ്പോൾ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ നിറച്ചില്ല, 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അച്ചാറായതുകൊണ്ട് കടുക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് നന്നായിട്ട് എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട, കരിഞ്ഞു പോകും. പെട്ടെന്ന് ഇട്ട് കൊടുക്കും. ഇച്ചിരി കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഈ വെളുത്തുള്ളി ഇടുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കാം. 2-3 ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അതിട്ട് കൊടുക്കാത്തത്. അപ്പോൾ വെളുത്തുള്ളി അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു അളവിനനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. കൂടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ എനിക്ക് പൊളിച്ചെടുക്കാനുള്ള മടി കാരണം ഒരുപാട് കൂടുതലൊന്നും ഇത് ചേർത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് 2 പച്ചമുളകാണ് പെട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് ബാക്കി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊട്ടി തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ദൂരത്തോട്ടൊന്നും തെറിച്ച് പോകത്തില്ല. അപ്പോൾ ഞാൻ ഇത്ര ഉപ്പും കൂടെ ഇടുവാണ്. പിന്നെ പാകം നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പുളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ഇത്രയും തന്നെ, ഇതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് ഇങ്ങനെ ഒരുപാട് ദൂരത്തോട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകൊന്നും. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ തെറിച്ച് വീഴും. ഉപ്പിടുമ്പോഴത്തേക്കിന് ഒരുപാട് ദൂരത്തോട്ട് പൊട്ടിത്തെറിച്ച് നമുക്ക് അപകടമൊന്നും ഉണ്ടാകത്തില്ല. തെറിച്ച് കണ്ണിലൊന്നും വീഴത്തൊന്നുമില്ല. ഇനി നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. ഒരു 2 തണ്ട് കറിവേപ്പില ഇടാം. എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് 4 തണ്ടൊക്കെ ഇടാം. പക്ഷേ ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ടിരിക്കുന്നത്. ഇത് ഒരുമാതിരി നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവരുത്. വെളുത്തുള്ളി ഏകദേശം ഒന്ന് വഴന്ന് വരും. ആ പച്ചമുളകിനൊക്കെ ഒന്ന്
പിന്നെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കരിയാതിരിക്കാനായിട്ട്. ഇതിപ്പം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്നത് കായത്തിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഒരു കഷ്ണം കായ, ഒരു ഇഞ്ചൊക്കെ വലിപ്പം വരുന്ന ഒരു കഷ്ണം കായ വന്ന് ഇങ്ങനെ പൊടിച്ചല്ല ഇങ്ങനെ ചതച്ചെടുത്തിരിക്കുവാണ്. ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിരിക്കുക. അത് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. ഇതിപ്പം ഒന്ന് അലുത്ത് ഒന്ന് മെൽറ്റായൊക്കെ അച്ചാറിൻ്റെ കൂടെ യോജിച്ച് വരാനായിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിപ്പം ഈ സമയത്ത് ഇപ്പം ഇത്രയും വഴന്ന് വന്നാൽ മതി. കണ്ടോ, കറിവേപ്പില എല്ലാം ഒരുമാതിരി മൂത്തിരിക്കുവാണ്. നമ്മുടെ പച്ചമുളകും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഫ്രൈ പോലെ ആവേണ്ട കാര്യമില്ല, അച്ചാറിനല്ലേ. അപ്പം നമുക്കിത് ഈ സമയത്തൊന്ന് മെഴുമെഴാന്ന് കിട്ടുന്ന രീതിയിലും ഒന്ന് വാടി വഴന്ന് വന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതെല്ലാം. അപ്പോഴത്തേക്കിനും ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി സാധാരണ ചിലരൊന്നും അച്ചാറിനൊന്നും ഇടത്തില്ല, പക്ഷെ അങ്ങനെ ഇടാത്തവരിടണ്ട. ഞാനിപ്പം ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കരിയാതിരിക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. ഇതിന് ഞാനൊരു 4 or 5 പറയാം. 1 ഇട്ട് 2 ഇട്ടു, നിറച്ചിട്ടിട്ടുണ്ട്. 3 സ്പൂൺ ഇട്ടു, 4 സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തായി ആ എണ്ണയുടെ പരുവൊക്കെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. എണ്ണയുണ്ട് ആവശ്യത്തിന്, അപ്പോൾ 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നല്ല 2 സ്പൂൺ ഇട്ടേ ഞാൻ. അപ്പോൾ മൊത്തം 6 ടീസ്പൂൺ നിറച്ച് ഇതിട്ട്. ഇത് കാശ്മീരി ചില്ലി ആയിട്ടിരിക്കുന്നത്. നമ്മുടെ മറ്റേ എരിവുള്ള മുളകാണെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കരുത്, പണിപ്പാളും. ഭയങ്കര എരിവായി പോകും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പച്ചമുളകും ഇതിൻ്റെ അത് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ എരിവൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ബ്രൗൺ കളറാക്കാനായിട്ട് നിൽക്കേണ്ട. ഏകദേശം ഒരു പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി ഇതിൻ്റെ. ആ സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചില്ലേ, അതിട്ട് കൊടുക്കും. ഉലുവ പൊടിച്ച് വെച്ചത് ഇതേ 1 സ്പൂൺ. ഇത് ഞാൻ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. 1 സ്പൂൺ, 1/2 സ്പൂൺ നമ്മൾ മറ്റേ പുളിക്കകത്ത് പുരട്ടാൻ നേരപ്പോൾ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 1.5 സ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. പൊടിയാണ്, ഉലുവ പൊടിച്ചതാണ് 1.5 സ്പൂൺ ഇട്ടിരിക്കുന്നത്. ഉലുവയായിട്ടല്ലല്ലോ ഇട്ടത്, അപ്പം പൊടിച്ചതായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 2 സ്പൂണൊക്കെ പൊടിക്കുമ്പോഴേ 1.5 സ്പൂണായിട്ട് കിട്ടത്തുള്ളൂ തോന്നുന്നു. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം പുളി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്നാണ് ഈ അച്ചാർ റെഡിയാവുന്നത്. അങ്ങനെ നമുക്ക് ഈ പുളി മൊത്തത്തിൽ ഇത് ഇത്രയും വെള്ളം ഊർന്നിട്ടുണ്ട്. ആദ്യമേ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നോക്കിയപ്പം എല്ലാ പുളിയും കൂടെ വീണം. അപ്പം നമുക്ക് മൊത്തം പുളിയും ഇതിനകത്തോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ആ പുളി ഇട്ടതിന് ശേഷം നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇച്ചിരി നേരത്തേക്ക് ഒന്ന് ഇളക്കുന്ന സമയത്ത് നമുക്ക് തീ കൂട്ടി വയ്ക്കാം. അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ കണ്ടോ, ഇത് ഞാനിപ്പം ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കൂട്ടി വെച്ച് തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ പോവാം. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഇപ്പം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇളക്കുന്ന സമയം കൊണ്ട് തന്നെ അത് കൂടിയിരിക്കുമല്ലായിരുന്നു തീ. അപ്പം അതങ്ങ് പറ്റി, വെള്ളമെല്ലാം അങ്ങ് പറ്റി. ഇനി നമുക്ക് ഇത് പുളി ഒരുപാട് നേരം വേവിക്കുകയൊന്നും വേണ്ട. ഇപ്പം ഞാൻ ഇതിൻ്റെ അരപ്പെടുത്തിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. പുളിക്ക് നല്ല പുളിയുള്ള സാധനമായത് കാരണം ഇച്ചിരി ഉപ്പ് കൂടുതലിടണം. പിന്നെ നമുക്ക് അച്ചാറിനൊക്കെ ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ, അങ്ങനെ. അപ്പം ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം.
നമ്മളിത് അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് അടച്ച് വെക്കുന്ന ഓഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിപ്പോൾ ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഇറങ്ങി വരാനായിട്ട്, പുളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി അതൊന്ന് പറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ അച്ചാർ വെച്ച് ഇപ്പം ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നെങ്കിൽ ഇനിയും വെള്ളം ഇറങ്ങി ഊർന്ന് വരും. ആ പുളിയുടെ തന്നെ നാച്ചുറലായിട്ടുള്ള വെള്ളമായതുകൊണ്ട് അത് ചീത്തയാകത്തൊന്നുമില്ല അച്ചാർ. ഇപ്പം നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത്, കുഞ്ഞാണേ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്, നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്യുവാണേ. അപ്പം ഞാൻ ഇത് തുറന്നപ്പോൾ അധികം വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കുമ്പം എന്തെങ്കിലും ചെറുതായിട്ട് വെള്ളം പോലെ വരുമായിരിക്കും. അത് നമ്മൾ തീ കൂട്ടി വെച്ച് വെള്ളമെല്ലാം പറ്റിച്ചെടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരുപാട് വെള്ളം വരാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും, നല്ല ലൂസായിട്ടിരിക്കും അച്ചാർ. ഇതിപ്പം നല്ല പരുവത്തിനിരിക്കുക, കട്ടിയായിട്ടിരിക്കുക, ഒരുപാട് ചാറൊന്നുമില്ല. പക്ഷേ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ലേശം ചാറ് കിട്ടും, ഗ്രേവി കിട്ടും. ഇനി നമുക്ക് ഈ അച്ചാർ കുപ്പിയിലോട്ട് മാറ്റണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി ഇട്ട് കുപ്പിയിലോട്ട് മാറ്റി. അത് ഇപ്പം നമ്മൾ നോക്കിയാൽ ഉപ്പോ പുളിയോ ഒന്നും മനസ്സിലാകത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പുളിക്ക് ഭയങ്കര പുളിയല്ലേ, അപ്പോൾ ആ ഒരു പുളിയുടെ ടേസ്റ്റാണ് മനസ്സിലാവുന്നത്. തണുത്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുണ്ടായിരിക്കും. ഇന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. ഇടുന്ന അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം.